ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ 100 ദിന ജൈത്രയാത്ര ഇതാ ഇവിടെ വിരാമമിടാൻ പോകുന്നു. ആരാകും ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ടൈറ്റിൽ വിന്നർ? അതറിയാൻ ഇനി മണിക്കൂറുകളിലെ മാത്രം കാത്തിരിപ്പ്. അനുമോൾ വിന്നറായോ? എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? എന്താണ് അവിടെ നടന്നിരിക്കുന്നത്? എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഡേ 100ലെ ഗ്രാൻഡ് ഫിനാലെ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെന്നൈയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അതായത് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം ഒരു 5:30-6 മണിയോട് കൂടി ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിയുമെന്നാണ് അറിഞ്ഞത്. അതിനുശേഷം മാത്രമായിരിക്കും വിന്നറിനെ ഡിക്ലെയർ ചെയ്യുന്നതും അത് പുറത്തേക്ക് പ്രചരിപ്പിക്കുന്നതൊക്കെ അതിന് ശേഷമായിരിക്കും. അതിനുശേഷം മാത്രമേ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് കിട്ടത്തുള്ളൂ. അതുവരെ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഞാൻ കണ്ടു, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയസിലായി ഞാൻ കണ്ടു. അതാ നമ്മുടെ അനുമോൾ വിന്നറായി. ഇതാണ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത്, അനുമോൾ വിന്നറായി എന്നുള്ളത്. കാരണം അവരുടെ മനസ്സിൽ അതാണ് ആഗ്രഹം, അനുമോൾ വിന്നർ, അനുമോൾ വിന്നർ, അനുമോൾ വിന്നർ. ഇത് സത്യത്തിൽ അവർ അറിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുന്നതൊന്നുമല്ല. എവിടെ നിന്നൊക്കെ കേട്ടിട്ട് ഓരോ സോഷ്യൽ മീഡിയസിൽ അറിഞ്ഞ് അങ്ങനെ വന്നിട്ട് പറയുന്നതാണ്. അല്ലാതെ സത്യത്തിൽ അവർ അറിഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്നതൊന്നുമല്ല. നിങ്ങൾ ദയവ് ചെയ്തത് ഇതൊന്നും വിശ്വസിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ ദയവ് ചെയ്ത് ഇതൊന്നും വിശ്വസിക്കാതിരിക്കുക. ഇവിടെ അനുമോൾ ടൈറ്റിൽ വിന്നറും ആയിട്ടില്ല, അതുപോലെ തന്നെ ഫസ്റ്റ് റണ്ണർ അപ്പ് അനീഷും അല്ല. ഓക്കെ, അതൊന്നും അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ല. അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വന്നിട്ട് നിങ്ങളെ ഓരോ ഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരാം. അപ്പോൾ മാത്രം നിങ്ങൾ വിശ്വസിക്കുക. ഇപ്പോൾ കാണുന്ന സോഷ്യൽ മീഡിയസിലെ വ്യാജ പ്രചരണം നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. അത് മാത്രം നിങ്ങൾ ചെയ്യുക. ഓക്കെ, അങ്ങോട്ട് ചെവി കൊടുക്കാതെ ഇരിക്കുക. കാരണം ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ കാണാം അനുമോൾ ഏറ്റവും കൂടുതൽ, അനുമോൾ ടൈറ്റിൽ വിന്നർ, ഫസ്റ്റ് റണ്ണർ അപ്പ് അനീഷ്, സെക്കൻഡ് ഷാനവാസ്, അതുപോലെ തേർഡ് അക്ബർ, ഫോർത്ത് നെവിൻ, ഇങ്ങനെ പറഞ്ഞിട്ടാണ് കാണുന്നത്. ഏറ്റവും കൂടുതൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കാണുന്ന അനുമോൾ ടൈറ്റിൽ വിന്നർ എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊന്നും ശരിക്കും ശരിയല്ല. കാരണം ഇതൊക്കെ ഫേക്കാണ്, വ്യാജ പ്രചരണം ആണെന്നുള്ളതാണ് സത്യാവസ്ഥ. ഓക്കെ, ഇനി അവിടെ കുറച്ച് കലാപരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എപ്പിസോഡിൽ കാണാനായിട്ട് സാധിക്കും. കുറേ സ്കിറ്റും കുറച്ച് ഡാൻസ് പരിപാടിയും കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമായിരിക്കും നമ്മളെ അതായത് ഓരോരുത്തരെ പുറത്തേക്ക് വിളിക്കുന്ന ആ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ആദ്യം ടോപ്പ് 5 ആയിരിക്കും വിളിക്കുക. അതിന് ശേഷമായിരിക്കും പിന്നീട് ടോപ്പ് 4 സെലക്ട് ചെയ്യും. അതിനുശേഷം ടോപ്പ് 3 വിളിക്കും. അതിനുശേഷം കുറച്ചൊന്ന് ഡിലേ ആകും. അതിനുശേഷമായിരിക്കും വിന്നറിനെ, അതായത് ടോപ്പ് 2 അതുപോലെ തന്നെ ടോപ്പ് 1 എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതിന് ശേഷമായിരിക്കും കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, അത്രമാത്രം ഞാൻ പറയാം. ഇപ്പോൾ ഏകദേശം ടോപ്പ് 3 വരെ, അതായത് ടോപ്പ് 3 വരെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം ആരായിരിക്കും എന്നുള്ളത്. എന്തായാലും ഡിസേർവ് ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെ ഈ കപ്പ് കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ അനീഷിനായാലും എനിക്ക് സന്തോഷമാണ്, അനുമോൾക്കായാലും എനിക്ക് സന്തോഷമാണ്. ഇപ്പോൾ ഇതിലുള്ള 5 പേരിൽ ആരായാലും ഞാൻ ഹാപ്പിയാണ്. കാരണം ഈ 5 പേരും നമ്മുടെ കണ്ടസ്റ്റൻസ് തന്നെയാണ്. ഈ 100 ദിവസം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അർഹതയുള്ളവർക്ക് മാത്രം കപ്പ് കിട്ടട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ടോപ്പ് 5 വന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. അങ്ങനെ ഈ സീസണും അവസാനിക്കുകയായി. ഈ സീസണിൽ ഉടനീളം എൻ്റെ ഒപ്പം സഹകരിച്ച എൻ്റെ പ്രേക്ഷകർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ ഈ ഒരു സീസൺ ഇവിടെ വിരാമമിടാൻ പോവുകയാണ്. അതുപോലെ തന്നെ എൻ്റെ റിവ്യൂസും ഇവിടെ വിരാമമിടുകയാണ്. മലയാളത്തിൻ്റെ റിവ്യൂ ഇവിടെ വിരാമമിടാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടൈറ്റിൽ വിന്നർ ആരാണ് അറിയാൻ ഞാനും കാത്തിരിക്കുകയാണ്. അതുപോലെ നിങ്ങളും കാത്തിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.